കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള സത്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ സ്വഭാവം എന്താണ്, അത് പരിമിതമാണോ അപരിമിതമാണോ, ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും കർത്താവ് ലോകത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ലോകത്തിലുള്ള ഓരോ പാപിക്ക് വേണ്ടിയും കർത്താവ് മരിച്ചു എന്നാണോ? അതോ പാപം എന്ന് പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്നാണോ? അതോ ദൈവം രക്ഷയ്ക്ക് വേണ്ടി മുന്നറിഞ്ഞതായിരിക്കുന്ന തന്റെ ഭൃതന്മാർക്ക് വേണ്ടി കർത്താവിനെ യാഗമായി തന്നു എന്നാണോ? ഇതൊക്കെ വലിയ ചോദ്യമാണ്. കുറച്ച് വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് കുറച്ച് വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചു, ലോകത്തിന് വേണ്ടി മരിച്ചു എന്നൊക്കെ പറയുന്നത് ദുരുപദേശമൊന്നുമല്ല, അതൊന്നും ഞാൻ പറയില്ല. എന്നാൽ അതേസമയം തന്നെ തന്റെ വ്രതന്മാർക്ക് വേണ്ടി താൻ മരിച്ചു എന്ന് പറയുന്നത് ഉപദേശപരമായി കുറച്ചുകൂടെ കൃത്യമായിരിക്കും. കുറച്ചുകൂടെ കൃത്യമായിരിക്കും. വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടാമെന്നാണല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് യോഹന്നാൻ 3:16. എന്താ അത് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയണമെങ്കിൽ വിശ്വസിക്കുന്ന മുന്നറിയപ്പെട്ടവർക്ക് എന്നല്ല, ഏവനും എന്നാണ്. അത് കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയുന്നവരുടെ പ്രധാന വാക്യമാണ്. ഏവനും എന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിലല്ലേ അങ്ങനെ പറയാൻ ഒക്കൂ. പഠിക്കുന്ന ഏവനും നല്ല മാർക്കിൽ പാസ്സാകുമെന്ന് പറഞ്ഞാലും എല്ലാ കുട്ടികളും പാസ്സാകുമെന്നാണോ? പഠിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ല, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതല്ലേ. ടീച്ചർ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കൂ, അവർക്ക് മാത്രമേ നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വേറൊരു ആശയം ഇല്ല. പക്ഷെ ഏവനും എന്ന് പറയുന്നെങ്കിലും ഈ ആരാണ് ഈ ഏവര് എന്നുള്ള ചോദ്യമാണ്. ആരാണ് ഈ ഏവൻ? അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവനോട് പറയുന്നത് എന്താണ്? ദൈവം നിന്നെ ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടിരുന്നു, തിരഞ്ഞെടുത്തിരുന്നു, ദൈവം നിനക്ക് കൃപ തന്നു, ദൈവം നിന്നെ വിളിച്ചു, പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ തന്നു എന്നൊക്കെയാ പറയുന്നത്. മത്തായി 1:21 വായിച്ച്, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണെന്ന് തോന്നുന്നു കുറച്ച് വാക്യം. യേശു എന്ന് പേരിടണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? തന്റെ ജനം, അങ്ങനെ പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്, തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നത്. ഈ തന്റെ ജനത്തെ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വിശാലമാക്കിയാലും he shall save his people. എല്ലാവരെയും രക്ഷിപ്പാനിരിക്കൊണ്ട് എന്നായിരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് ശരി. അതല്ല, തന്റെ ജനം. യോഹന്നാൻ 10:11 വായിച്ച്, അവിടെ ആടുകൾക്ക് എന്നുള്ളതിന് എങ്ങനെയാണെന്ന് അറിയോ? ഹിസ് ഷീപ്പ് എന്നാണ്. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി. അങ്ങനെയില്ല മലയാളത്തിൽ. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയല്ല, തന്റെ ആടുകൾ പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് നീ മരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ആടുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയും. മത്തായി 25:32-33 പറഞ്ഞേ. മത്തായി 25 ഒരു പ്രൊഫറ്റിക് പാസേജ് ആണ്. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടം ആളുകളുണ്ട്. ചെമ്മരിയാടുകളെന്നും കോലാടുകളെന്നും പറഞ്ഞ് രണ്ടിനും ആടുകളുണ്ട്. അതെ. പിന്നെ ചെമ്മരിയാടുകളോട് പറയുന്നത് എന്താണ്? പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുക എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും ചെമ്മരിയാടുകളല്ല, കുറെ ആടുകൾ കോലാടുകളാണ്, കർത്താവിനുള്ളവരല്ല. എഫേസ്യർ 5:25 നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ വായിച്ച, ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. സഭയ്ക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ വായിച്ച് തള്ളാനൊക്കുകയില്ല.
അങ്ങനെ ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. അങ്ങനെയല്ല, സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. അതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗലാത്യർ 3:13. അപ്പൊ ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ഇപ്പോ പൗലോസ് അങ്ങനെ എഴുതുമ്പോൾ നമുക്കെന്ന് പറയുന്നതിൽ ലോകത്തെ മുഴുവനുമല്ല. അങ്ങനെ ലോകത്തിന് വേണ്ടി പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മുന്നറിയപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി. ഗലാത്യർ 4:5 നമുക്ക് വേണ്ടി ശാപമായിരുന്ന അതിന് ഹി വേർ എ കേഴ്സ് ഫോർ us ഉണ്ട്. 1 പത്രോസ് 2:24 അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. തന്റെ ശരീരത്തിൽ ആരുടെ പാപങ്ങളെ വഹിച്ചു? പത്രോസ് പറയുന്നു നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അവർ സിൻസ്. യെശയ്യാ 53:5 അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിഞ്ഞു. അവിടെ എങ്ങും ലോകത്തിന്റെ എന്ന് വിശാലമായ നിലയിലല്ല, നമുക്ക് നമ്മുടേത് എന്ന ഒരു ലിമിറ്റഡ് നിലയിലാണ് പറയുന്നത്. റോമർ 4:25 നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. റോമർ 4:25 ഡെലിവേർഡ് ഫോർ അവർ സിൻസ്. എല്ലാം നമ്മുടെ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തീത്തോസ് 2:14 തരിക്കുന്നതിന് നിർത്തേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി, എല്ലാം നമുക്ക് വേണ്ടി അങ്ങൊരു ലിമിറ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയാണ്. എബ്രായലേഖനം 9:12 1:3 1 യോഹന്നാൻ 4:9 ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലെല്ലാം ഈ നമുക്ക് വേണ്ടി എന്നുള്ള പ്രയോഗം കാണും. യോഹന്നാൻ 17:6 അവർ നിനക്കുള്ളവരായിരുന്നു. ദൈവം തന്റെ ജനമായി തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന, നിശ്ചയിച്ചതായിരിക്കുന്ന, മുന്നറിഞ്ഞതായിരിക്കുന്ന ആളുകളെയാണ് കർത്താവിന് വേണ്ടി കൊടുത്തത്. അങ്ങനെയാണത് പോകുന്നത്. യോഹന്നാൻ 8:47 കർത്താവ് തന്നോട് സംസാരിക്കാൻ തനിക്കെതിരെ വന്നതായിരിക്കുന്ന ആളുകളോട് എന്താ പറഞ്ഞത്? കർത്താവിനെ അംഗീകരിക്കാത്തവരും കർത്താവിന്റെ സുവിശേഷം കേൾക്കാത്തവരും ദൈവത്തിന് മക്കളല്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞാൽ നമ്മൾ ഈ ദൈവവചനമൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദൈവം അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. മറ്റുള്ളവർ കേൾക്കാത്തത് നിങ്ങളെങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തതെന്നാണ്. ദൈവസന്തതി അല്ല നിങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 18:10 പൗലോസിനോട് കർത്താവ് പറയുന്നതാ, എനിക്ക് ഈ പട്ടണത്തിൽ വളരെ ജനമുണ്ടെന്നാ. എനിക്ക് വളരെ ജനമുണ്ട് ഈ പട്ടണത്തിൽ. കൊരിന്ത്യ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചതായിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ഇവിടുന്ന് പോകണ്ട, പ്രസംഗിച്ചു. കൊരിന്ത്യ പട്ടണത്തിൽ ആളുകൾ ഉള്ളതുകൊണ്ട് പ്രസംഗിച്ചോടല്ല പറയുന്നത്, എനിക്ക് ഈ പട്ടണത്തിൽ ആളുകളുള്ളത് കൊണ്ട്. നമ്മൾ ഈ സുവിശേഷ വേലയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കുള്ള ഒരു ഉറപ്പെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പോകുന്നതായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. കർത്താവ് അവരെ അവന്റെ സമയത്ത് വിളിക്കും. യോഹന്നാൻ 10:16 കർത്താവിനെ ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകളുണ്ട്. ആരാന്ന് കർത്താവിനറിയാം. അവരൊക്കെ എന്റെ ശബ്ദം കേട്ട് വരും, അവരൊക്കെ എന്റെ ആളുകളാണ്. അങ്ങനെ ലോകത്തിൽ എനിക്ക് ഒത്തിരി, ലോകത്തിലുള്ള ആളുകളെല്ലാം എന്റെ ആണെന്നല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും എന്റെയാണ്. ഞാൻ അവർക്ക് വേണ്ടി മുഴുവൻ മരിച്ചതാണ്. അതുകൊണ്ട് അവരെല്ലാം രക്ഷിക്കപ്പെടും. അങ്ങനെ ആശയമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു, അല്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മത്തായിയുടെ സുവിശേഷം 11:20-21 ഒരുപക്ഷെ അല്പം പ്രയാസമുള്ള ഒരു വാക്യമാണ്. അപ്പൊ ഈ വാക്യം അവര് നടന്നിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് വീര്യപ്രവർത്തികൾ ചെയ്തതായിരിക്കുന്ന പട്ടണങ്ങളിലുള്ളവർ രക്ഷിക്കപ്പെട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ പറയാണ്, സോറിലും സീതോലിലും ഒക്കെ പോയി ഞാനിതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവര് മാനസാന്തരപ്പെടുമായിരുന്നു. പിന്നെന്താ അവിടെ പോകാൻ ചെന്ന്? അവർ മാനസാന്തരപ്പെടാൻ കർത്താവിന് ആഗ്രഹമില്ലേ? ഒരു ബുദ്ധിമുട്ടുള്ള വാക്യമാണ്. പറയുന്ന പോലെ ഞാൻ നിന്നോട് സുവിശേഷം പറഞ്ഞത് വിശ്വസിച്ചു, അവനോട് ഞാൻ പറഞ്ഞിരുന്നു അവൻ വിശ്വസിക്കുമായിരുന്നു. പിന്നെന്താ അവനോട് പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോ അവനോട് പറയാനായിട്ട് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അസന്തുലിത ഭയങ്കരമാണ്. പറഞ്ഞിരുന്നെങ്കിൽ സുവിശേഷം കേട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടേനും.
പക്ഷെ കേൾപ്പിച്ചല്ല. എന്താ കേൾപ്പിക്കാഞ്ഞത്? എൻ്റെ ആളുകൾപ്പെട്ടവരല്ല, അതുകൊണ്ട് ഞാൻ അവരെ കേൾപ്പിച്ചില്ല. നമുക്ക് വിശദീകരിക്കാനായിട്ട് വലിയ പ്രയാസമുള്ള ചില വാക്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ. അതെ, 2 പത്രോസ് 3:9 കർത്താവിന്റെ വരവ് താമസിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. പിന്നെ എന്താ താമസിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരും നശിച്ചു പോകാതിരിക്കാൻ ദീർഘക്ഷമ ആരോടാ കാണിക്കുന്നത്? നമ്മളോടാ. കാണിക്കേണ്ടത് ആരോടാ? ആര് നശിച്ചു പോകാതിരിക്കാനായിട്ട് ദീർഘക്ഷമ കാണിക്കേണ്ടത് ആരോടാ? ആ നശിച്ചു പോകുന്ന ആളുകളോടാ. പക്ഷെ അവരോട് ദീർഘക്ഷമ കാണിക്കുന്നതല്ല. പിന്നെ കാണിക്കുന്ന ആരോടാ? നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നവർ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ സുവിശേഷം പറഞ്ഞിട്ട് വേണം അവര്, ദൈവം മുന്നറിഞ്ഞതായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടാ. അതുകൊണ്ട് കർത്താവ് നമ്മോട് ദയ കാണിക്കുക. സുവിശേഷം പറയാൻ നമുക്ക് ഒരു അവസരം കൂടെ തരിക, ഒരു ദിവസം കൂടെ നീട്ടി തരിക, ഒരു ദിവസം കൂടെ നീട്ടി തരിക. ഇന്നെങ്കിലും നീ പോയി പറയുമോടാ? ഇല്ല, ഒരു ദിവസം കൂടെ തരാം, ഇന്നെങ്കിലും പോയി പറയുമോ? ആരും നശിച്ചു പോകാതിരിക്കാനായിട്ട് കർത്താവ് നമ്മോട് ആ ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് പറയാം. ദീർഘക്ഷമ എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ആളുകളോടല്ല, രക്ഷിക്കപ്പെട്ട നമ്മോടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോയി സുവിശേഷം പറഞ്ഞിട്ട് വേണം ദൈവം മുന്നറിഞ്ഞതായിരിക്കുന്ന എൻ്റെ മക്കളെ രക്ഷിക്കുവാനായിട്ട്. വളരെ രസകരമായിരിക്കുന്ന വാക്യങ്ങളൊക്കെയാണ്. ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ലോകത്തിൽ മുന്നറിയപ്പെട്ടവരായിട്ട് ഒരാൾ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ, ഒറ്റ ഒരു മനുഷ്യൻ ഉള്ളായിരുന്നു മുന്നറിയപ്പെട്ടതെങ്കിൽ, എങ്കിൽ കർത്താവ് മരിക്കുമായിരുന്നു. സകല ലോകത്തിലും കൂടെ മുന്നറിയപ്പെട്ടവരായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഒരു മനുഷ്യൻ. അങ്ങനെയെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു കാലുകളിലെ ക്രൂശിൽ മരിക്കുമായിരുന്നു. മുന്നറിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ അത് ഒരാൾ, രണ്ടുപേരും, എത്രയായാലും ഒരാളെ ഉള്ളെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി മരിക്കുമായിരുന്നു. എന്ന് പറയാൻ ആളുകളുടെ എണ്ണം നോക്കിയല്ല കർത്താവ് മരിക്കുന്നത്, പിന്നെ മുന്നറിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അഗസ്റ്റിൻ കർത്താവിന്റെ മരണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ ഓൾ ബട്ട് എഫിഷ്യന്റ് ഫോർ ദി ഇലക്ട്. എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമാണെങ്കിലും മുന്നറിയപ്പെട്ടവരെ മാത്രം രക്ഷിക്കും. കാരണം എഫിഷ്യന്റ്, സഫിഷ്യന്റ് ആൻഡ് എഫിഷ്യന്റ്. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പര്യാപ്തത, എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയേണ്ടത്? ഫലവത്ത് അല്ലേ? എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫലവത്ത്. എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമാണെങ്കിലും മുന്നറിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ മാത്രം ഫലവത്താണ്. മുന്നറിയപ്പെട്ടവർക്ക് മാത്രം ഫലവത്താണ്, അവർക്ക് മാത്രം അത് എഫിഷ്യന്റ് ആണ്. വിളിച്ച എല്ലാവരും വന്നെങ്കിൽ സദ്യ ഉണ്ണുവാൻ ആവശ്യത്തിന് അവിടെ ഉണ്ട്. പക്ഷേ ആരെ കഴിക്കൂ? വിളിച്ച എല്ലാവരും വരികയില്ലല്ലോ. അങ്ങനല്ലേ കർത്താവിന്റെ കഥയില്ലേ? നിർബന്ധിക്കപ്പെട്ടവർ മാത്രമേ വരൂ. അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, നീ ബൈവേസിലും ഹൈവേസിലും പോയി ആളുകളെ കാണുന്നവരെയൊക്കെ നിർബന്ധിക്കുക എന്നാണ്. ദൈവത്തിന്റെ എഫക്റ്റീവ് കോളിംഗ്, തന്റെ നിർബന്ധത്തിന് വഴിപ്പെട്ട് വരുന്ന ആളുകൾ മാത്രം. സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന ആളുകൾക്ക് ആരും വരികയില്ല, അവരാരും വരികയില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ആരും വരില്ല. നിങ്ങൾ തന്നെ വിചാരിക്കും, പാപം ഇല്ലാത്തതായിരിക്കുന്ന അവസ്ഥയിൽ, യാതൊരു നിഷ്പാപ അവസ്ഥയിൽ, പാപം ചെയ്യാൻ ആന്തരികമായ യാതൊരു പ്രലോഭനവും ഇല്ലാതിരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആദവും ഹവ്വയും എന്ത് ചെയ്തത്? പഴം തിന്നത്. ആന്തരികമായ, ബാഹ്യമായ പ്രലോഭനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ബാഹ്യമായ പ്രലോഭനം സാത്താൻ പറഞ്ഞല്ലോ. പക്ഷെ സാത്താൻ തിന്നാൻ നിർബന്ധിച്ചോ? തിന്നില്ല എന്നെ വെടിവെച്ച് കളയുമെന്ന് പറഞ്ഞോ? ഈ പഴം തിന്നാൻ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞു. പക്ഷെ ആകണോ വേണ്ടോ നിശ്ചയിക്കുന്ന ആരാ? അത് സാത്താനല്ലല്ലോ, അത് ആദഹുവയല്ലേ. അപ്പൊ അവൻ നിശ്ചയിച്ചതുകൊണ്ടല്ലേ. അപ്പൊ നിഷ്പാപ അവസ്ഥയിൽ പോലും മനുഷ്യന്റെ മുൻപിൽ ദൈവം തിരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത വെച്ചപ്പോ മനുഷ്യൻ എന്താ തിരഞ്ഞെടുത്തത്? ദൈവത്തിനെതിരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഇപ്പൊ ഈ പാപാവസ്ഥയിൽ തിരഞ്ഞെടുപ്പിനുള്ളതായിരിക്കുന്ന സാധ്യത മനുഷ്യൻ കൊടുത്താൽ എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? നിഷ്പാപ അവസ്ഥയിൽ
തെരഞ്ഞെടുക്കുക. അങ്ങനെ തെരഞ്ഞെടുപ്പുള്ള സാധ്യത ഫ്രീയൊന്നും കൊടുത്തിരുന്നില്ല. നിനക്ക് ഇഷ്ടമുണ്ട് തിന്നാമെന്നും പറഞ്ഞില്ല, തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. അത് ഒരു വശം. ഞാനിനിയും താത്വികമായി ലോജിക്കലി അങ്ങ് പറയുകയാണ്. നിഷ്പാപ അവസ്ഥയിൽ ആദമിന് തിന്നണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. എങ്കിൽ ആ അവസ്ഥയിൽ ആദം തീരുമാനിച്ചത് എന്താ? തിന്നണമെന്നാ. അപ്പൊ പിന്നെ പാപാവസ്ഥയിൽ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് പാപിയായ ഒരു മനുഷ്യനോട് സ്വർഗം നല്ലതാണ്, യേശു ക്രിസ്തുവിലെ രക്ഷ വളരെ മനോഹരമാണ്, നിങ്ങളത് സ്വീകരിച്ചാൽ നരകത്തിൽ പോകില്ല, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കിട്ടുമെന്ന് പറഞ്ഞാലൊന്നും ചാടി വീഴുകയില്ല. നമ്മളെന്തോ ഒരു സുവിശേഷം പറഞ്ഞു നടക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ടല്ലേ അവർ സ്വീകരിക്കുന്നത്. സാധാരണഗതി ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാരാ? ജ്ഞാനികളും വിവേകികളുമാണ്. PhD-കാരും MD-കാരും FRCS-കാരും IAS-കാരും IPS-കാരും ഒക്കെ ആയ 10-100 പേര്, അവരുടെ ഇടയിൽ 2ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലാത്തതായിരിക്കുന്ന തിരുമണ്ടന്മാരായിട്ടുള്ള 3-4 പേര്. അപ്പൊ സുവിശേഷം പറഞ്ഞപ്പോ ആരാ സ്വീകരിച്ചത്? ഈ മണ്ടന്മാരാ സ്വീകരിച്ചത്, മിടുക്കന്മാർ സ്വീകരിച്ചില്ല. മിടുക്കന്മാർ പറഞ്ഞിട്ട് എന്താ പറയുക? ഈ ലോകത്തിനത് ഭോഷത്വമല്ല പറയുന്നത്, ജ്ഞാനികൾക്കത് ഭോഷത്വമാണ്, വിവേകികൾക്കത് ഭോഷമാണ്. സുവിശേഷം മുഴുവനും നമ്മൾ കീറി അതിന്റെ എല്ലാ A to Z എല്ലാം അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് പറയും? എന്റെ ഭോഷത്വം നിങ്ങൾ പറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമാണെന്ന് പറഞ്ഞ നടന്ന് ഒരുത്തനെ അവരെല്ലാം കൂടെ പിടിച്ച് തല്ലി കാലൊരു പൂശി കൊന്നു. എന്നിട്ട് അവന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന്. എന്നാ പറ്റോ? രക്ഷ വേണ്ടത് വാസ്തവത്തിൽ ആർക്കായിരുന്നു? അവനാ, ആ ക്രൂശിട്ടവനാ. അവനെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടായിരുന്നു അല്ലേ? അതല്ലേ അവരും പറഞ്ഞത്, നീ ദൈവത്തിനാണ്, നിന്നെ തന്നെ രക്ഷിക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചെന്നറിയാം? ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നു, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് വിശ്വസിക്കാനുള്ളതായിരിക്കുന്ന കൃപ നമുക്ക് തന്നു. നമ്മൾ മിടുക്കരായതുകൊണ്ടാണോ? അതവരെ ജ്ഞാനികളേറെയില്ല, വിദ്വാൻമാരേറെയില്ല. ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കും ഈ വഴിയെന്ന് പറയും. അപ്പൊ നമ്മുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വിശകലനം ചെയ്ത് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒന്നല്ല സുവിശേഷം എന്ന് പറയും. മറിച്ച് ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് നാം സത്യം കണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഇത് കിടക്കുന്നത്. പിന്നെ മിടുക്കന്മാരായിട്ടുള്ളവരെ ഞാനത് മനസ്സിലാക്കി വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നതിലെ ആളുകളുണ്ട്. ഞാന് ഒരു കൊച്ചു മിടുക്കനായിരുന്നു, സുവിശേഷം കേട്ടപ്പോ ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. മിക്കവാറും അവൻ തട്ടിപ്പോകാനാ സാധ്യത. കുറച്ച് കഴിയുമ്പോൾ അവന് തോന്നും എന്ത് പറയുന്നറിയോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ വായിച്ചു എന്ന് പറയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നില്ലെന്ന് പറയും, അത് ക്ലിക്ക് ചെയ്യുന്നില്ല, അന്ന് ഞാൻ ചെയ്ത തീരുമാനം ശരിയല്ലെന്ന് പറയും, അന്ന് ഞാൻ ചെയ്ത തീരുമാനം ശരിയല്ലെന്ന്. അങ്ങനെ സുവിശേഷമൊക്കെ വിശ്വസിച്ച് പ്രസംഗിച്ച് നടന്നിട്ട് പിന്നെ സുവിശേഷം തള്ളിക്കളഞ്ഞവരായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ലോകത്ത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയത് വെറും ഭോഷത്വമാണ്, വെറും ഭോഷത്വം. അപ്പോ അഗസ്റ്റിൻ പറഞ്ഞത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പൊട്ടൻഷ്യലി ഇൻഫിനിറ്റ് ആണ്, പക്ഷെ ആക്ച്വലി ലിമിറ്റഡ് ആണ്. പൊട്ടൻഷ്യലി ഇൻഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എത്ര മനുഷ്യരുണ്ട്? ഇതുപോലെയുള്ള 1000 ലോകങ്ങളുണ്ടെങ്കിൽ 1000 ലോകങ്ങളിലെ മനുഷ്യരെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് കഴിയും, അതിന് പര്യാപ്തമാണ്. പക്ഷേ ആക്ച്വലി ലിമിറ്റഡ്. പക്ഷെ രക്ഷിക്കുന്നത് ആരേ ഉള്ളൂ? മുന്നറിഞ്ഞവരെ മാത്രമേ വിളിക്കൂ, വിളിച്ചവരെ മാത്രമേ നീതീകരിക്കൂ, നീതീകരിച്ചവരെ മാത്രമേ വിശദീകരിക്കൂ, അവരെ മാത്രമേ മഹത്വീകരിക്കൂ. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ വിശ്വസിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടാവുന്ന? കാരണം നമ്മുടെ പുസ്തകം തന്നിട്ടില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പുസ്തകം നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ എന്ന് പറയും, മത്തായിച്ചെന്നല്ലേ പേര്, വീട്ടുപേരെന്നാ കമത്ത് പരക്കലല്ലേ? കമത്ത് പരക്കലെ മത്തായിച്ചിനെ ദൈവം തെരഞ്ഞെടുത്തായിട്ട് ഞങ്ങളുടെ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. മത്തായിച്ചൻ വിശ്വസിക്കണം എന്ന് പറയാമായിരുന്നു, നമുക്കറിയില്ലല്ലോ. മത്തായിച്ചിനും യോനാച്ചിനും മറിയാമയും ജോശാമയും എല്ലാം ഇരിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, നിങ്ങൾ ആ മരണത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കും.
മത്തായിച്ചൻ കൈ പറയുന്നത് എനിക്ക് വിശ്വസിക്കണം, യോഹന്നാച്ചൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ലെന്ന്. അപ്പൊ യോഹന്നാച്ചൻ പറയുന്നത് മത്തായിച്ചൻ വേഗം പൊട്ടണം, ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന. മത്തായിച്ചൻ പറയുന്നത് യോഹന്നാച്ചൻ കരുണ ഹൃദയന, സത്യം കേട്ടാ വിശ്വസിക്കുന്നത് പാർട്ടിയല്ലെന്ന് പറയുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞ് വിശ്വസിച്ച് മത്തായിച്ചനോട് എന്ത് പറയുന്നു? മത്തായിച്ചൻ വിശ്വസിച്ച് എന്താണെന്ന് അറിയാമോ? ദൈവം മത്തായിച്ചനെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തുകൊണ്ടാ മത്തായിച്ചൻ. അത് നമ്മൾ പറയുന്നത് വെച്ചാൽ ബൈബിൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്ക് വരുവാൻ, പിന്നെന്താ പിതാവ് എല്ലാവരെയും ആകർഷിക്കാത്തത്? പിതാവ് ആകർഷിച്ചിട്ടേ ഒരാൾക്ക് വരാൻ നോക്കുമെങ്കിൽ പിതാവ് എന്താ ചെയ്യേണ്ടത്? എല്ലാവരെയും അങ്ങ് ആകർഷിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? പിതാവ് എല്ലാവരെയും ആകർഷിക്കുന്നില്ല. ആഗ്രഹിച്ച എല്ലാവരും വരും. ആ വാക്യത്തിന് ആകർഷിച്ച എല്ലാവരും വരുമോ ഇല്ല എന്നുള്ള ചോദ്യമൊന്നുമല്ല അവിടെ പറയുന്നത്. ആ വാക്യം പറയുന്ന ആകർഷിച്ചെങ്കിലേ വരാൻ നോക്കൂ, ആകർഷിക്കാതെ ആർക്കും വരാൻ നോക്കൂ. ആകർഷിച്ചവരെല്ലാം വരുമോ എന്ന് ചോദിച്ചാൽ പിന്നെ മുന്നറിഞ്ഞവരെല്ലാവരും വരും. അത് മറ്റു വാക്യങ്ങളുണ്ട്. ആ വാക്യത്തിന്റെ ഇന്റന്റ് അതല്ല. അതുകൊണ്ട് ഇന്റന്റ് അപ്പുറത്തേക്ക് നമുക്ക് പോകാനൊക്കെ വരും. വലിയൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഈ ഇലക്ഷൻ എപ്പോഴാണ് നടന്നതെന്നുള്ള ഒരു സംവാദമാണ്. നിങ്ങളെ അതിലേക്കൊക്കെ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. സൂപ്ര ലാപ്സേറിയനിസം എന്നും ഇൻഫ്രാ ലാപ്സേറിയനിസം എന്നും സബ് ലാപ്സേറിയനിസം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി. ലാപ്സ് എന്ന് പറഞ്ഞാൽ വീഴ്ച എന്നാ. ലാപ്സ് സൂപ്ര ആയിരുന്നോ? ഇലക്ഷന് മുമ്പായിരുന്നോ സൂപ്ര ലാപ്സേറിയൻ? അതായത് ഇലക്ഷന് മുമ്പ് വീഴ്ചയാണ് ആദ്യം സംഭവിച്ചത്. ഇൻഫ്ര എന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ്. സബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത് തന്നെയാണ്, പക്ഷെ സൈമിൾട്ടേനിയസ്ലി ആണ് രണ്ടും. അങ്ങനെയൊക്കെ പറയാനുള്ളതായിരിക്കുന്ന ഒരുപാട് വാക്യങ്ങളൊന്നും നമുക്കില്ല. കുറച്ച് വാക്യങ്ങളെ ലോകസ്ഥാപനത്തിന് മുൻപേ പേരെഴുതി എന്ന് വാക്യമാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ, ലോകസ്ഥാപനം മുതലെന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ ജീവപുസ്തകത്തിൽ പേരെഴുതിയ. അപ്പോ പേരെഴുതുന്നത് ഇലക്ഷൻ കഴിഞ്ഞാണ്. ഇലക്ഷൻ എന്ന് പറയുന്നത് ലോകസ്ഥാപനം, ലോകമെന്ന് പറഞ്ഞ ലോകത്തെ സൃഷ്ടി ചെയ്യുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടി ചെയ്യുന്നതിന് മുമ്പ് സൃഷ്ടി ചെയ്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. അതെ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ലോകസ്ഥാപനം മുതൽ ഇറക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുൻപും ക്രിസ്തുവിന്റെ വൃതന്മാർക്ക് വേണ്ടി മാറ്റിവെച്ച ലോകസ്ഥാപനം മുതലുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ 1-2-3 വാക്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സംവാദങ്ങളിലേക്കൊക്കെ പോകണോ? അതോ അതിലൊന്നും പോകാതെ നമ്മൾ അല്പസത്യം അറിഞ്ഞതുകൊണ്ടങ്ങ് ജീവിച്ച പോരെ? പിന്നെ ഈ വേദശാസ്ത്രികൾക്ക് എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണമെന്നുള്ളതുകൊണ്ട് അവരിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അത് പ്രധാനപ്പെട്ടതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ സൂപ്രാലപ്സേറിയനിസത്തിൽ സിൻ ആൻഡ് ഫോൾ ആർ ദി ഓർഡൈൻഡ് മീൻസ് ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ് എന്നാണ്. സിൻ ആൻഡ് ഫോൾ ആർ ദി ഓർഡൈൻഡ് മീൻസ് ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ്. In infralapsarianism, sin and fall are merely permitted facts to fulfill God's purpose. അപ്പോ ദൈവം വീഴാൻ അനുവദിച്ചു, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കാനും അനുവദിച്ചു. വീഴാതെ തിരഞ്ഞെടുക്കാൻ ഒക്കില്ലെന്ന് അവർ പറയാം. ബേസിസ് വേണ്ടേ? മറ്റൊരു പറയുന്നത് അങ്ങനെയല്ല. അതിനൊക്കെ മുമ്പേ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി. ദൈവം നിത്യതയെ തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പൊ മത്തായിയുടെ സുവിശേഷം 25-41 എന്താ പറയുന്നത്? അപ്പോ ഈ നരകം ഒരുക്കിയത് ആർക്ക് വേണ്ടിയാ? പിശാചും കൂട്ടർക്കും വേണ്ടിയാണ്. പക്ഷെ ഇടത്തുള്ളവരോട് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാനാ പറയുന്നത്. അപ്പൊ ചോദിക്കുന്ന, ദൈവം ഇവർക്ക് വേണ്ടി കൂടെയാണോ അത് ഒരുക്കിയത്, അതോ സാത്താനും അവനോടുകൂടെ വീണുപോയ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് ഇവരെ കൂടെ അങ്ങോട്ട് അയക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ യോഹന്നാൻ 14:2 എന്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഒരു ക്രമീകരണങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു ദൈവം. വീണുപോകുന്ന സാത്താനും അവനോടുകൂടെ വീഴുന്നവർക്കും വേണ്ടി നരകമെന്ന് പറഞ്ഞൊരു സ്ഥലം മുന്നമേ ഒരുക്കി വെച്ചിരുന്നു. പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി വെച്ചിരുന്നു. ദൈവത്തിന്റെ നിത്യമായിരിക്കുന്ന പരിപാടിയിൽ അങ്ങനെയൊക്കെ ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊന്നും ആകസ്മികമല്ലെന്നുള്ളതാണ്.
ദൈവത്തിന്റെ കൃപ കൂടാതെ ആർക്കും സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കില്ല. അർമീനിയസ് പറഞ്ഞത് ദൈവത്തിന്റെ പ്രത്യേക കൃപയൊന്നും വേണ്ട സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ട്. ദൈവം ആർക്കും പ്രത്യേക കൃപ കൊടുക്കുന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള കൃപയേ ഉള്ളൂ, അല്ലാതെ ആർക്കും ഒരു പ്രത്യേക കൃപയൊന്നും കൊടുക്കുന്നില്ല. ഒരിക്കൽ അർമീനിയസിനോട് ചോദിച്ചു, ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഒരാൾ വിശ്വസിക്കുകയും ഒരാൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അദ്ദേഹം അറിഞ്ഞോ അറിയാതെ പറഞ്ഞ ഉത്തരവ് എന്ന് പറയാം, ബിക്കോസ് ദാറ്റ് മാൻ ഹാസ് ഗ്രേസ് ഇനഫ് ടു ബിലീവ് വൈൽ ദി അതർ മാൻ ഹാസ് നോട്ട്. ഒരാൾക്ക് വിശ്വസിക്കത്തക്ക കൃപയുണ്ട്, മറ്റവൻ വിശ്വസിക്കത്തക്ക കൃപയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഫ്രം വേർ ദി ഗ്രേസ് കംസ് ഫ്രം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ചോദിച്ചു, പിന്നെ ദൈവം എന്താ ഒരാൾക്ക് കൂടുതൽ കൃപ കൊടുക്കുകയും ഒരാൾക്ക് മറ്റേയാൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? അപ്പോ അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരവ്, അല്ല, ദൈവം രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്, ഒരാൾ സ്വീകരിച്ചു ഒരാൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ദൈവം രണ്ടുപേർക്കും കൊടുക്കും എന്ന് പറഞ്ഞ സത്യം ആദ്യം പറഞ്ഞു, പിന്നെ നിൽക്കാൻ വയ്യാതെ ആയപ്പോ തിരിച്ച് ഞങ്ങൾ കാലം കുത്തി മാറ്റി പറഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. അവിടെയാണ്. ഒന്നുകിൽ ഒരു മനുഷ്യന്, വിശ്വസിച്ച മനുഷ്യന് കൂടുതൽ നന്മ അവനിലുള്ളത് കൊണ്ട് അവൻ വിശ്വസിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ അവന് കൊടുത്തത് കൊണ്ട് വിശ്വസിക്കും. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടുപേരെ സുവിശേഷം കേട്ട ഒരാൾ വിശ്വസിച്ചു, ഒരാൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? വിശ്വസിച്ച ആളിന് കൂടുതൽ നന്മയുള്ള മനുഷ്യനായിരുന്നു, അവിശ്വസിക്കാത്തവനോ നന്മ ഒട്ടുമില്ലാത്ത മനുഷ്യൻ എന്ന് പറയണം. അപ്പൊ പിന്നെ മനുഷ്യന് നന്മയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഈ നന്മ അവൻ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ പിന്നെയും കിടന്ന് കറങ്ങേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ പറയണം, ഒരാൾക്ക് ദൈവം വിശ്വസിക്കാനുള്ള കൃപ കൊടുത്തു, മറ്റേ ആൾക്ക് വിശ്വസിക്കാനുള്ള കൃപ കൊടുത്തില്ല. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ലുദിയ മാത്രമായിരുന്നില്ല, അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷെ നമ്മൾ വായിക്കുന്നത് ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു, അവളും കുടുംബവും രക്ഷിക്കപ്പെട്ടു. ഹൃദയം തുറക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിലേ ലുദിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിലെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി മുൻനിറഞ്ഞവരൊക്കെയും വിശ്വസിച്ചു എന്നൊരു വാക്യമുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി മുൻനിയമിച്ചവരൊക്കെയും വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ഒരു മുൻനിയമനമൊക്കെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന സത്യമാണ്. ഇപ്പൊ റോമാലേഖനം 9 അധ്യായത്തിന് 13 വാക്യം ഒരു തലവേദനയുള്ള വാക്യമാണ്. റോമാലേഖനം 9 അധ്യായത്തിന് 13 വാക്യം ഏശാവിനെ പറ്റി യാക്കോബിനെ പറ്റിയും പറയുന്ന ഒരു വാക്യമാണ്. എന്താ എഴുതി വായിച്ചത്? ഇതെപ്പോഴാണ് ഇത് സംഭവിച്ചത്? കുട്ടികൾ ജനിക്കുകയോ നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്യുകയോ ചെയ്യുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവിക നിർണയം അനുസരിച്ച് ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. അപ്പൊ ഈ വാക്യത്തോടൊക്കെ നമുക്ക് അത് തെറ്റായിപ്പോയി ദൈവം എന്ന് പറയാനാണ് പലർക്കും. അങ്ങനെ നീ ചെയ്ത് തെറ്റായിപ്പോയി, കാരണം അവരെന്തെങ്കിലും ഒരു ദോഷം ചെയ്തിട്ട് നീ അത് ചെയ്യാൻ മതിയായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഇതൊക്കെ ചെയ്തു വെച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് എന്താണ്? യു ഷടപ്പ് എന്ന ദൈവം പറയുന്നത്. പൗലോസ് അങ്ങനെ പറഞ്ഞു. ദൈവത്തോട് ചോദിക്കുന്നത് നീ ആരാണ്? കുശവൻ കലം കയറി കുശവനോട് ചോദിക്കുമോ, നീ എന്തിനാ എന്നെ ചട്ടിയായിട്ടുണ്ടാക്കി അവനെ കലമായിട്ടുണ്ടാക്കി? ചോദിക്കുമോ? ചോദിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങനൊന്നും ചോദിക്കരുത്. നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. 1 തിമോത്തി 2 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങള് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം അർമീനിയൻകാരുടെ കയ്യിലെ ഒരു വാക്യമാണ്. 1 തിമോത്തി 2:1 മുതൽ 6 വരെ ആ വാക്യം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും. അതിനെന്താ പറയുന്നത്? ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ബാക്കിയുള്ളവര് ആ വാക്യങ്ങളിലൊക്കെ മറുവിലയായി എല്ലാവർക്കും വേണ്ടി കൊടുത്തു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങളൊക്കെയാണ്. അപ്പോ കർത്താവ് മുന്നറിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ മരിച്ചുള്ളൂ എന്ന് പറയുന്ന വാക്യങ്ങളാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടല്ലോ വാക്യങ്ങൾ. ഇങ്ങനെ വാക്യങ്ങളുണ്ട്. വാക്യങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പൊ അതിന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം ഇച്ഛിക്കുന്നു. പക്ഷേ ഗോഡ് ഈസ് ഡിസയറിങ് ബട്ട് നോട്ട് ഗോഡ് ഈസ് വില്ലിങ്. ദൈവം ഇച്ഛ എന്ന് പറയുന്നതും നിർണയം എന്ന് പറയുന്നതും രണ്ട് കാര്യം. നമ്മളൊന്ന് പറയുമല്ലോ, ഈ പിള്ളേരെല്ലാം നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലേ?
ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും നല്ലവരാകണമെന്നും എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നൊക്കെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരെല്ലാവരും ആകുന്നില്ല. കാരണം എന്താ? എനിക്ക് എല്ലാവരെയും ആക്കാനായിട്ട്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല, പിന്നെന്ത് ചെയ്യുന്നു? അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു. പറഞ്ഞാൽ ഈ ബുലോമായി എന്നും തെലോ എന്നും പറയുന്നതായിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. ബുലോമായി എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇച്ഛയാണ്, ദൈവത്തിന്റെ വില്ലാണ്. തെലോ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവം പക്ഷെ ആ വാക്യം അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അവൻ എല്ലാവർക്കും വേണ്ടി മറുപടിയായി നടത്താൻ കൊടുത്തു എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥത്തിലാണ്. അപ്പോ അതിന് കാൽവിനും ഒക്കെ കൊടുക്കുന്നതായിരിക്കുന്ന വിശദീകരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാം വരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല അർത്ഥം. അങ്ങനെയല്ല. ബൈബിളിൽ എല്ലാവരും എന്ന് പറയുന്നിടത്ത് എല്ലാവരും എന്നർത്ഥമല്ല പലപ്പോഴും എല്ലായിടത്തും ഉള്ളത്. അതെ. ഇപ്പൊ മത്തായി 4:23 വായിച്ചേ. അവിടെ സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കി എന്നുള്ളത് എങ്ങനെ എടുക്കണമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ രോഗിയോടും ഇല്ലായിരുന്നു എന്ന് വേണോ? അതോ ഓൾ മാനർ ഓഫ് ഡിസീസ്, ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസ്, സകല വിധത്തിലുള്ള രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കി എന്ന് എടുക്കണോ എന്ന് പറയാറുണ്ട്. മത്തായി 5:11 വായിച്ച്. എല്ലാ തിന്മയും നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ 10 കൽപ്പന ലംഘിച്ചെന്ന ആളുകൾ പറയുമെന്നാണോ, അതോ എല്ലാ വിധത്തിലുള്ള തിന്മകളും പറയുമെന്നാണോ? എല്ലാ തിന്മയും, ലോകത്തിൽ എന്തെല്ലാം തിന്മയുണ്ട് ആ തിന്മകളെല്ലാം ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു. അവർ വിഗ്രഹത്തെ ആരാധിച്ചെന്നും അവർ മോഷ്ടിച്ചെന്നും അങ്ങനെയല്ല, എല്ലാ വിധത്തിലുള്ള പല വിധത്തിലുള്ള തിന്മകൾ എന്നേ അതുകൊണ്ട് അർത്ഥമാക്കി ഉള്ളൂ എന്ന് പറയും. മത്തായി 10:1 സകല വിധ, ഓൾ മാനർ ഓഫ്, എല്ലാ വ്യാധികളും അല്ല, എല്ലാ വിധത്തിലുള്ള വ്യാധികളും. അപ്പോ എല്ലാ വിധത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയും കർത്താവ് മറുവിലയായി തന്നെ കൊടുത്തു. എല്ലാ മനുഷ്യരെയും ഓരോരുത്തരെയും എടുത്തിട്ട് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് പറയാതെ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർക്കും കറുത്തവർക്കും വെളുത്തവർക്കും ആഫ്രിക്കക്കാർക്കും ഏഷ്യക്കാർക്കും അങ്ങനെ എല്ലാ വിധത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയും കൊടുത്തു എന്ന് വേണോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 11:42 എല്ലാ ചീരയിലും പ്രധാനം കൊടുക്കുന്നു. അപ്പൊ ലോകത്തിലുള്ള എല്ലാവിധ ചീരകളൊന്നും, എല്ലാ ലോകത്ത് എത്ര ചീര ഉണ്ടോ ആ ചീരയിലെല്ലാം കൊടുക്കുന്നല്ല അവരുപയോഗിക്കുന്ന ചീരകളിലൊക്കെ എന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പാലസ്തീനിലെ ഇവിടെ ഉള്ളതായിരിക്കുന്ന വേലിച്ചീരയും കുപ്പച്ചീരയും പിന്നെ എന്തൊക്കെയാ ചീരയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ചീരകളും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് തുടങ്ങിയ പ്രയാസം. അങ്ങനെയല്ല, അവർക്ക് എന്തൊക്കെ ചീര ഉണ്ടായിരുന്നു അതിനെല്ലാം കൊടുക്കുന്നു എന്നുള്ളൂ. എന്നാൽ ഈ ഓൾ എന്ന് പറയുന്ന വാക്കിന് എല്ലായിടത്തും ഓൾ എന്നില്ല, ഓൾ കൈൻഡ്സ് ഓഫ്, എല്ലാ വിധത്തിലുള്ള എന്ന അർത്ഥമേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 10:12 പത്രോസ് കണ്ട ഒരു ദർശനത്തിലെ അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാ? ഒരു തുപ്പട്ടി ഇറക്കി അതിൻ്റെ എന്തുണ്ടായിരുന്നു? സകലവിധ നാൽക്കാലിയും വിളയാതി ഉണ്ടായിരുന്നു. അതില് ആന ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു എന്നൊക്കെ വല്ലതും ആന ഉണ്ടായിരുന്നു പറയണോ? ഇതിന്റെ എഴുന്നേറ്റ അർത്ഥം ഞാൻ പറയണോ? അതോ ഒത്തിരി ഇനത്തിലുള്ളതായിരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഇനത്തിൽ. ഒരു പക്ഷേ പാലസ്തീനിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന ഇനങ്ങളിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ അതൊക്കെ ഓൾ കൈൻഡ്സ് ഓഫ്, ഓൾ മാനർ ഓഫ് ഫോർ ഫുഡ് ആനിമൽസ്. അപ്പൊ അങ്ങനെ ഈ ഓൾ എന്ന് പറഞ്ഞ എല്ലായിടത്തും ഓൾ എന്ന അർത്ഥമില്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ തീത്തോസ് 2:14 അങ്ങനെ അർത്ഥമാക്കിയിട്ടുള്ളതെന്നാ പറയുന്നത്. ഓൾ മെൻ ഓർ ഓൾ കൈൻഡ്സ് ഓഫ് മെൻ. റോമർ 14:2 എന്താ? അങ്ങനെ ലോകത്തിലുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എല്ലാം തിന്നാമെന്ന്? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരാള് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാമെന്ന് വിശ്വസിക്കുന്നു, വേറെ ആളെന്ത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ? വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവുന്ന. അല്ല എല്ലാം തിന്നാമെന്ന് ചോദിച്ചാൽ പന്നിയും ആനയും കുറുക്കനെയും സിംഹത്തെയും പുലിയെയും കരടിയെയും പാമ്പിനെയും വലിയ പാറ്റായും എലിയെയും പൂച്ചയും എല്ലാത്തിനും തിന്നാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനൊന്നും അല്ല അതിനർത്ഥം. അവിടെയെല്ലാം ഈ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കൈൻഡ്സ് ഓഫ് എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. ഇപ്പൊ ഇത് ഈ വാക്യങ്ങൾ ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഈ മറ്റൊരു ഉത്തരം പറയാനായിട്ട് അവർ പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. ബൈബിൾ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓളെന്നല്ല.
എല്ലാ വിധത്തിലുള്ള എന്നേ ഉള്ളൂ. അതെ, യോഹന്നാൻ 12:32 ഓൾ മെൻ എന്ന് പറയുന്നത് ഓൾ കൈൻഡ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ മതി എന്നാ പറയുന്നത്. അപ്പം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നിടത്ത് അവർ പറയുന്നത് യഹൂദൻ ജാതി ഇങ്ങനെ രണ്ട് ആളുകളാണ് ലോകത്ത് യഹൂദന്മാരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് ദൈവം യഹൂദന്മാരെ മാത്രം സ്നേഹിച്ചു എന്നാണ്. കർത്താവ് വന്ന് പറഞ്ഞത് യഹൂദന്മാരെ മാത്രമല്ല, ലോകത്തെ സ്നേഹിച്ചു. ഞാൻ യഹൂദനെന്നും ജാതിനെന്നും വ്യത്യാസമില്ലാതെ മനുഷ്യരെ മനസ്സിലായതിന് അത് ആഫ്രിക്കക്കാരുമുണ്ട്, കറുത്തവരുമുണ്ട്, വെളുത്തവരുമുണ്ട്, എല്ലാവരുമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ല, നമ്മളും അങ്ങനെ പറയാമല്ലോ. ഇവിടെ എല്ലാവർക്കും വരാമെന്ന് പറയും. ഇവിടെ അങ്ങനെ ബ്രാഹ്മണന്മാർക്കെന്നും ക്ഷത്രിയന്മാർക്കെന്നും ഇവിടെ എല്ലാവർക്കും വരാം. ഇവിടെ നമ്മളെല്ലാവർക്കും വരാമെന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, ഇവിടെ അങ്ങനെയുള്ളതായിരിക്കുന്ന വിഭാഗീയതയൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒന്നും ഞങ്ങൾ എടുക്കുന്നത് എല്ലാവർക്കും വരാം എന്നാണ്. ചില വാക്യങ്ങൾ അങ്ങനെ സ്പെസിഫിക് ആണ്, കുറച്ചുകൂടെ വൈഡാണ്. പക്ഷെ ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റേ എല്ലാ വാക്യങ്ങളെയും വ്യാഖ്യാനിച്ച് വിടണമോ അതോ ഒരു ജനറൽ ടെനർ ഉണ്ടല്ലോ അതെടുക്കണോ എന്നുള്ളതാണ്. പറഞ്ഞാൽ ആ ഒരു വാക്യമൊക്കെ വളരെ ഒരുപാട് ക്ലിയർ ആയിട്ടുള്ളൊരു വാക്യമാണ്. എന്നാലും അവിടെ എല്ലാവരും എന്ന് പറഞ്ഞ ഓരോ എല്ലാ വ്യക്തികളെയും എന്നാണോ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും എന്നാണ്, എല്ലാവർക്കും വേണ്ടി. കാരണം എല്ലാവർക്കും വേണ്ടി ആർക്കും പ്രാർത്ഥിക്കാൻ ഒക്കില്ല. പൗലോസ് പറയുമ്പോൾ തിമോത്തിയോസ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ. തിമോത്തിയോസിനെ പറയാം രാജാക്കന്മാർക്കും വേണ്ടി, പ്രഭുക്കന്മാർക്ക് വേണ്ടി, കറുത്തവർക്ക് വേണ്ടി, ധനവാന്മാർക്ക് വേണ്ടി, ധനമില്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, വിദ്യാഭ്യാസം ഉള്ളവർക്ക് വേണ്ടി, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയും. ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആളുകളുടെ വർഗമോ ഭാഷയോ വലിപ്പമോ ചെറുപ്പമോ ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നും ഉള്ളത് പരം ലോകത്തിലുള്ള ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെടുക്കണോ അതോ എല്ലാ വിധത്തിലുള്ള മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെടുക്കണോ? അതെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ആളുകളെ വേർതിരിച്ച് ധനവാന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ധനമില്ലാത്തവർക്ക് വേണ്ടി, വിദ്യാഭ്യാസം ഉള്ളവർക്ക് വേണ്ടി, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി, ഇങ്ങനെ വേർതിരിക്കാതെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. കാരണം ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നൊക്കെ പറയുമ്പോൾ ഈച്ച് വൺ എന്നാണോ എവറി കൈൻഡ് ഓഫ് എന്നാണോ എന്നൊക്കെ ഉള്ളത് തിയോളജിയുടെ മൊത്തം സ്വഭാവത്തെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പറയാനെന്നാണ് പറയുന്നത്. ഇപ്പോ ലോകം എന്ന് പറയുന്നതിന്, ലോകം എന്ന പദത്തിന് തിരുവചനത്തിൽ എല്ലായ്പ്പോഴും സർവ്വ മനുഷ്യവർഗം എന്ന വിപുലമായ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ യോഹന്നാന്റെ സുവിശേഷം 1:10 ഇവിടെ ഈ ലോകം എന്ന് പറഞ്ഞത് എന്ത് വൈഡായിട്ട് എടുക്കണമെന്നുള്ളതാണ്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ഇന്ത്യക്കാരവനെ അറിഞ്ഞില്ല, ആഫ്രിക്കക്കാരവനെ അറിഞ്ഞില്ല, എത്യോപ്യക്കാരവനെ അറിഞ്ഞില്ല എന്നെടുക്കണോ? അവൻ ഈ ലോകത്തിൽ വന്നു, യഹൂദന്മാരവനെ അറിഞ്ഞില്ല, യവനന്മാരും അവനെ അറിഞ്ഞില്ല, റോമക്കാരും അവനെ അറിഞ്ഞില്ല എന്നിങ്ങനെ എടുക്കണം. അവൻ ലോകത്തുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. ആരാ അറിയാം? കർത്താവ് ഈ ഭൂമിയിലുണ്ടായിരുന്നതായിരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ എത്ര പേര് അവനെ അറിഞ്ഞിരുന്നു? കർത്താവ് അങ്ങനെയൊക്കെ വിശാലമായിട്ട് അർത്ഥത്തിൽ എടുത്തോ എന്നറിയില്ല. യോഹന്നാൻ 7:7 എന്ന് പറഞ്ഞാൽ ഇപ്പോ ലോകത്തിലുള്ള ആർക്കും കഴിയില്ലെന്നാണോ? അതോ ലോകം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒന്നുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു എൻറ്റിറ്റി ഉണ്ട്. എന്താ കർത്താവ് അർത്ഥമാക്കിയത്? യോഹന്നാന്റെ സുവിശേഷം 14:17 ഇപ്പൊ ലോകത്തിന് അവനെ ഗ്രഹിക്കാനൊന്നും കഴിയത്തില്ല, അവനെ അറിഞ്ഞില്ല. ഈ ലോകം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ലോകത്തിലുള്ള എല്ലാവരും എന്നാണോ, ലോകം എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയിൽ നിന്നാണോ, അതോ ഈ യഹൂദന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന ആളുകളെ കുറിച്ചാണോ അത് പറയുന്നത്? ലോകം എന്ന് പറയും. അവർ പറയും യഹൂദന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥിതി. അവരൊന്നും അവർ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ല, ജാതികളൊന്നും കേട്ടിട്ടില്ല. അവർക്കൊന്നും കർത്താവിനെ അതുകൊണ്ട് അവരെ സ്വീകരിച്ചുമില്ല, അവർ വഹിച്ചുമില്ല, അവർ സ്നേഹിച്ചുമില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ആ നിലയിലുണ്ട്. അപ്പൊ യഹൂദന്മാർ ജാതികൾ എന്ന വേർതിരിവിന് അതീതമായി സകല മനുഷ്യരും എന്ന അർത്ഥത്തിലായിരിക്കും ഒരു പക്ഷേ. ഇപ്പൊ മത്തായി സുവിശേഷം 26:13 വായിച്ചേ. മത്തായി 26:13 ലോകത്തിൽ, എങ്ങനെയാ വാക്യം? ലോകത്തിൽ എങ്ങും എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കും. അപ്പൊ എവിടൊക്കെ പ്രസംഗിക്കും അവിടെയല്ല എന്നല്ലേ ഉള്ളൂ. എവിടൊക്കെ ലോകത്തെ ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രസംഗിക്കും അവിടെയല്ല.
അല്ലാതെ ലോകത്തിൽ എല്ലായിടത്തും എന്ന അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല പറഞ്ഞത്. അതെ, 13-ാം അധ്യായത്തിന് 18, മത്തായി 13-18 അല്ല 38. അപ്പൊ കർത്താവ് ഒരു ഉപ പറയാണ്. അവിടെ കർത്താവ് പറഞ്ഞപ്പോ വയലെന്ന് പറഞ്ഞാൽ വിത്ത് വയലിൽ വിതച്ചു എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ വയലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മാത്രമൊന്നുമല്ല ദൈവത്തിന്റെ കൃഷി എന്ന് പറയുന്നത്. യഹൂദന്മാർ മാത്രമല്ല, അതിൽ യവനന്മാരുമുണ്ട്, ഗ്രീക്കുകാർ യവനന്മാരുമുണ്ട്, റോമാക്കാരുമുണ്ട്, ആഫ്രിക്കക്കാരുമുണ്ട്, ഇന്ത്യക്കാരുമുണ്ട്. ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ കൃഷിയാണ്. സുവിശേഷത്തിന് വിത്ത് എല്ലായിടത്തും വാരി പകരും. അപ്പൊ ഈ വിവേചനമില്ലെന്നുള്ളതാണ്. യഹൂദൻ യവനൻ എന്നുള്ള വിവേചനമില്ലാതെ ലോകം എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു പ്രയോഗമായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ യോഹന്നാൻ 3:16 പോലും അങ്ങനെയാണ് കാൽവിനിസ്റ്റുകൾ വിധിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വിചാരിച്ചു യഹൂദന്മാരെ മാത്രമാണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെയല്ല, ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു. കറുത്തവനെയും വെളുത്തവനെയും യഹൂദനെയും ജാതിയെയും ആഫ്രിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും വലിയവനെയും ചെറിയവനെയും എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം അങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കി ഒന്നുമല്ല ദൈവം സ്നേഹിക്കുന്നത് എന്നുള്ളതായിരിക്കും അതിലെ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറയും. യഹൂദന്മാർക്ക് അതങ്ങോട്ട് ഉൾക്കൊടുത്താൻ കഴിയുമായിരുന്നില്ല. ലോകത്തെ ദൈവം സ്നേഹിക്കുന്നൊക്കെ പറയുന്നത് അവർക്കൊക്കെയില്ല. അവർ ഇസ്രായേലിനെ സ്നേഹിക്കുന്നു, യഹൂദനെ സ്നേഹിക്കുന്നു, അബ്രാഹാമിന്റെ സന്തതിയെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിരുന്നവരായിരിക്കുന്ന ആളുകളാണ്. അപ്പോ അങ്ങനെ അങ്ങനെ ഒരു വിവേചനമില്ലാതെ വ്യത്യസ്തത കൂടാതെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നവരാണ് എന്ന പരമാർത്ഥമാണ് ഇവിടെയെല്ലാം ഉള്ളത്. അതുപോലെ എല്ലാം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതില്ല. എല്ലാം എന്ന് പറയും. എല്ലാം അല്ലെന്നാ പറയുന്നത്. എല്ലാം അല്ലെന്നാ പറയുന്നത്. 1 കൊരിന്ത്യർ 15:22 വായിച്ചേ. ക്രിസ്തുവിൽ എല്ലാവരും. അപ്പൊ നമ്മളതിന് പറയുന്നത് എന്താണ്? 2 വർഗങ്ങളുണ്ട്. ജന്മം കൊണ്ട് നാച്ചുറൽ ബേർത്ത് കൊണ്ട് വരുന്നവരെല്ലാം ആദാമ്യ വർഗമാണ്. അതിൽ പെടുന്നവരെല്ലാവരും മരിക്കുന്നു. പിന്നെ വീണ്ടും ജനിക്കുന്നവരുടെ ഒരു വർഗമുണ്ട്, അത് ക്രിസ്തുവിൽ. അങ്ങനെയുള്ളവരെല്ലാം ജീവിക്കപ്പെടുന്നു. ഈ വാക്യം വായിച്ചാൽ എന്ത് പറയും? ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുമെന്നാണ്. അപ്പൊ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നില്ലെന്ന് അവർ പറയുന്നത്. വിശ്വസിക്കുന്നവർ മാത്രമേ ജീവിക്കൂ. പക്ഷെ അങ്ങനെയാണോ അർത്ഥമാക്കിയ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതെ, 2 കൊരിന്ത്യർ 5:14 വായിച്ച്. അപ്പൊ ഇവിടെ ലോകത്തിലുള്ള എല്ലാവരും മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും മരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടോ? അവിടെയൊന്നും എല്ലാവരും മരിച്ചു എന്നൊന്നും പറയാനൊക്കില്ല. കാരണം നമുക്ക് പറയാനൊക്കില്ലല്ലോ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ഈ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും, പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചു എന്ന് പറയാനൊക്കില്ല. അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എല്ലാവരും. ഒരു സെലക്റ്റീവ് ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ അവിടെ പറഞ്ഞിരിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അതുപോലെ റോമാലേഖനം 5:18 എല്ലാ മനുഷ്യർക്കും നീതീകരണം വന്നു. എല്ലാ മനുഷ്യർക്കും പാപം വന്നു. ആദം പാപം ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെട്ടു. ഇല്ല, അവിടെയൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസിക്കുക എല്ലാവർക്കും ഒന്നുകൂടെ നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ വ്യാഖ്യാനത്തിൽ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരുമല്ല. അപ്പൊ അതിനൊക്കെ ക്വാളിഫിക്കേഷൻസ് വ്യാഖ്യാനത്തിൽ മറ്റു വാക്കുകൾ സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സംവാദങ്ങളൊക്കെ കിടക്കുന്നു. ഞാനിത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഞാൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പൊതുവിൽ നമുക്ക് പറയാം. കർത്താവായ യേശു ക്രിസ്തു മുന്നറിയപ്പെട്ടവർക്ക് വേണ്ടി മരിച്ചു എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. അതെ, ഈ 2 വിധത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ ബൈബിൾ ആരും പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരാരും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് അവരെല്ലാം പറഞ്ഞ് കർത്താവ് ലോകത്തിന് വേണ്ടി മരിച്ചു, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു, മനുഷ്യജാതിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മളും അങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ. നിങ്ങളത് വിശ്വസിക്കുമോ എന്നുള്ളത് മുന്നറിവിനെ ആധാരമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരോട് പറയണ്ട. നിങ്ങൾ മുന്നറിഞ്ഞ അന്ന് നിങ്ങൾ വിശ്വസിച്ചു, മുന്നറിഞ്ഞവരല്ലേ നിങ്ങൾ വിശ്വസിച്ച കാര്യമില്ലെന്ന് നമ്മൾ പറയും. അങ്ങനെ പറയില്ല. നിങ്ങളത് വ്യക്തിപരമായി വിശ്വസിക്കണം. നിങ്ങളത് വ്യക്തിപരമായി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നിങ്ങളോട് ദൈവം പറയുന്നത് എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും അവരോട്? നീ വിശ്വസിച്ച് നിന്റെ മിടുക്കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും അല്ല, ദൈവം തമ്പുരാൻ നിന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ കണ്ണിനെ
പ്രകാശിപ്പിച്ചതുകൊണ്ടുണ്ട്. അത്രയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ സംവാദമൊക്കെ ആളുകളെ മുന്നെ കൊണ്ട് പറയണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ ഉപദേശം പഠിക്കാനായിട്ട് വരുമ്പോൾ ഇതൊക്കെ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് രക്ഷയെ പറ്റി പറയുമ്പോൾ ഈ വിഷയം ഇത്രയുമാണ്. ഇനി നമുക്ക് രക്ഷയുടെ ഭദ്രതയെ പറ്റിയും മറ്റുമൊക്കെ നമുക്ക് പറയേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയമാണ് അതൊക്കെ. അതെ, ജൂളിപ്പ് എല്ലാം ആയില്ലല്ലോ. നമ്മൾ ലിമിറ്റഡ് അറ്റോൺമെന്റ് വരെ വന്നുള്ളൂ. ഇനി ഇറസിസ്റ്റബിൾ ഗൈസും പെർസിവറൻസ് ഓഫ് സയൻസും ഉണ്ട്. അത് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയാം.